പാൽപ്പുട്ട് കഴിച്ചിട്ടുള്ളവർ ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. പാൽപ്പുട്ട് കഴിക്കാത്തവരാണെങ്കിൽ ഈ റെസിപ്പി മറക്കാതെ ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം 1 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാക്കഡ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അല്പം ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അടുത്തത് ഈ പാൽപ്പുട്ടിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാൻ പാന് ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. നെയ്യ് മെൽട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ക്യാരറ്റ് നന്നായി ചീവി എടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അധികം വേവിച്ചെടുക്കേണ്ടതില്ല കേട്ടോ. ഒന്ന് ചൂടായി ആ നെയ്യിൽ കിടന്നൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇത് ചൂടായി വരുമ്പം അതിലേക്ക് 1 പിടി തേങ്ങ ചിരവിയത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യിൽ കിടന്ന് ഈ ഏലക്കാപ്പൊടിയും ക്യാരറ്റും തേങ്ങ ചിരവിയതും ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ്. ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം തേങ്ങ ചിരവിയതും പിന്നെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ, അതായത് അധികം മധുരം ആവശ്യമില്ലാത്തവർ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതിയാവും. കൂടുതൽ മധുരം വേണ്ടവർ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇനി എന്തായിന്ന് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തവി വെച്ചൊന്ന് കട്ടയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇവിടെ ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ചിരട്ടപ്പുട്ട് മേക്കർ ഉണ്ടല്ലോ അതിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരവിയതും പിന്നെ കുറച്ച് ക്യാരറ്റ് ചീവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ അതുപോലെ അല്പം തേങ്ങ ചിരവിയതും ക്യാരറ്റ് ചീവിയതും കൂടെ ഇട്ട് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആവിയിൽ കുക്കറിൻ്റെ മുകളിൽ വെച്ച് ആവി വെച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പാൽപ്പുട്ടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക്